ഹലോ എവരി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലൂടെ നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത്. സോ കൺജങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, PSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഇത് SSC, UPSC പോലുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആ പാറ്റേണിലായിരിക്കും നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. കൺജങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നിങ്ങളിവിടെ കൺജങ്ഷൻ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. പക്ഷേ നമുക്ക് എക്സാമിന് ഒരു 100-150 ചോദ്യങ്ങൾക്കിടയിലായിരിക്കും ഇത് വരിക. അപ്പോൾ അതും ഇതുമായിട്ട് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് ഒന്ന് റിവിഷൻ പോലെ നമ്മളൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യു മസ്റ്റ് എയ്തർ ബി റെഗുലർ വിത്ത് യുവർ സ്റ്റഡീസ് ആൻഡ് സ്റ്റഡി ഫോർ ലോങ്ങർ പീരീഡ് ബിഫോർ ദ എക്സാമിനേഷൻ. കൺജങ്ഷൻ ആണ് കേട്ടോ, കൺജങ്ഷൻ ആണ്. അപ്പോൾ കൺജങ്ഷൻ ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? എയ്തർ ഒരു കൺജങ്ഷൻ ആണ്. നമുക്കറിയാം എയ്തർ ഓർ, നെയ്തർ നോർ, ഇതാണ് പെയറായിട്ട് വരുന്നത് അല്ലേ. എയ്തർ വരുമ്പോൾ ഒരു ഓർ ഉണ്ടാകും. അതല്ലെങ്കിൽ ഇത് എന്ന അർത്ഥമാണ് എയ്തറിനുള്ളത്. നമുക്ക് നോക്കാം. യു മസ്റ്റ് എയ്തർ ബി റെഗുലർ വിത്ത് യുവർ സ്റ്റഡീസ്, ഒന്നെങ്കിൽ പഠനം നിങ്ങൾ നിത്യമായിട്ട് കൊണ്ടുപോവുക, ആൻഡ് സ്റ്റഡി ഫോർ ലോങ് പീരീഡ് ബിഫോർ ദ എക്സാമിനേഷൻ. അതല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ആൻഡ് ആണോ വരേണ്ടത്, ഓറാ വരേണ്ടത് അല്ലേ? ഓറാണ് വരേണ്ടത്. സോ അവിടെയാണ് മിസ്റ്റേക്ക്. അപ്പോൾ 3 എന്നിടത്താണ് മിസ്റ്റേക്ക് അല്ലേ, മൂന്നാമത്തതിലാണ് മിസ്റ്റേക്ക്. ഓക്കെ, അവിടെ ഓറാണ് വരേണ്ടത്. എയ്തറിന് ശേഷം ഓർ. ഒന്നെങ്കിൽ എന്നും കുറച്ച് പഠിക്കുക. അതല്ലെങ്കിലോ എക്സാം അങ്ങ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇരുന്ന് പഠിക്കുക. രണ്ടാലൊന്ന് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം: നോ സൂണർ ഐ ഹാഡ് സ്പോക്കൺ ദാൻ ഹി ലെഫ്റ്റ് ഡാഷ് നോ എറർ. അപ്പോൾ ഇതിൽ എവിടെയാണ് മിസ്റ്റേക്ക്? സ്പോട്ട് ദ എറർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. 50ഉം സ്പോട്ട് ദ എറർ എന്ന ടൈപ്പിൽ വരുന്നതാണ്. അപ്പോൾ നോ സൂണർ പ്രയോഗം നമ്മൾ പഠിച്ചില്ലേ? നോ സൂണർ ദാൻ ആണ്. അപ്പോൾ നോ സൂണർ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തൊരു ദാൻ ഉണ്ടാകും. ആദ്യം തന്നെ അത് ചെക്ക് ചെയ്യണം. ഇവിടെ നോ സൂണർ ഉണ്ട്, ഇവിടെ ദാനും കിടപ്പുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ പഠിച്ചു നോ സൂണറിന് ശേഷം ഓക്സിലറി ആണ് വരുന്നത്, എന്നിട്ടേ സബ്ജക്റ്റ് വരൂ. ഇവിടെ നോ സൂണറിന് ശേഷം സബ്ജക്റ്റ് വന്നു, എന്നിട്ടാണ് ഓക്സിലറി. നമ്മൾ പഠിച്ചത് എന്താ? നോ സൂണർ വന്നാൽ ആദ്യം ഓക്സിലറി വരും അല്ലേ, എന്നിട്ടാണ് സബ്ജക്റ്റ് വരുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. സോ ഇവിടെ തെറ്റിയിട്ടുണ്ട്, രണ്ടാമത്തെ ഭാഗത്ത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ തെറ്റ് വന്നത് രണ്ടാമത്തെ ഭാഗത്താണ്. ഓക്കെ, സോ റിപ്ലേസ് ഐ ഹാഡ് വിത്ത് ഹാഡ് ഐ. അപ്പോൾ ഇവിടെ ഹാഡ് ഐ എന്നാ വരേണ്ടത്. ഓക്കെ അല്ലേ? നോ സൂണർ വന്നാൽ നോ സൂണറിന് ശേഷം ആദ്യം ഓക്സിലറി, ഒന്നെങ്കിൽ ഹാഡ് ഐ വരണം, അല്ലെങ്കിൽ ഡിഡ് ഐ വരണം. അടുത്ത ചോദ്യം: യു മസ്റ്റ് എയ്തർ ടെൽ മീ ദ ഹോൾ സ്റ്റോറി ഓർ അറ്റ്ലീസ്റ്റ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ഇറ്റ്. ഒന്നെങ്കിൽ നീ എന്നോട് കഥ മൊത്തത്തിൽ പറയണം അല്ലെ. യു മസ്റ്റ് എയ്തർ ടെൽ മീ ദ ഹോൾ സ്റ്റോറി ഓർ അറ്റ്ലീസ്റ്റ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എയ്തർ ഉണ്ട്, ഇവിടെ ഒരു ഓറും ഉണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് എന്തായാലും എയ്തർ ഓർ എന്ന ഫ്രേസ് കൃത്യമായിട്ടും കൺജങ്ഷൻ കൃത്യമായിട്ടും കൊണ്ടുവന്നോ എന്നതിലല്ല അല്ലേ, അവിടെ അല്ല പ്രശ്നം വരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ എയ്തർ ഓർ കൊണ്ടുവരുമ്പോൾ അതിനെ പ്ലേസ് ചെയ്യുന്നത് കൃത്യമായിരിക്കണം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു യു മസ്റ്റ് എയ്തർ ടെൽ മീ, ഒന്നെങ്കിൽ നീ എന്നോട് പറയണം ദ ഹോൾ സ്റ്റോറി, കഥ മൊത്തത്തിൽ പറയണം, ഓർ അറ്റ്ലീസ്റ്റ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് എങ്കിലും എന്നോട് പറയണം. അപ്പോൾ ഇവിടെ ഓർ കൊടുത്തിട്ടുള്ളത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒന്നെങ്കിൽ കഥ മൊത്തത്തിൽ പറയണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് മാത്രം പറയണം. അപ്പോൾ എയ്തർ എവിടെയാ കൊടുക്കേണ്ടത്? ടെൽമിക്ക് മുന്നിലാണോ? അല്ല, ടെൽമിക്ക് ശേഷമാണ് വരേണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയ്തർ ആണെങ്കിലും നെയ്തർ ആണെങ്കിലും നോട്ട് ഓൺലി ആണെങ്കിലും നമുക്ക് ഏത് വരെ കോമൺ ആയിട്ട് വരുന്നോ അതിന് ശേഷമായിരിക്കണം എയ്തറും നോട്ട് ഓൺലിയൊക്കെ കൊടുക്കേണ്ടത്. നമുക്ക് യു മസ്റ്റ് ടെൽ മീ, ഇത് കോമൺ ആണ്. കോമൺ എന്ന് പറയുമ്പോൾ യു മസ്റ്റ് ടെൽ മീ, യു സബ്ജക്റ്റ് ആണ്, മസ്റ്റ് ഓക്സിലറി ആണ്, മോഡൽ ഓക്സിലറി ആണ്, ടെല് മെയിൻ വെർബാണ് അല്ലേ. യു മസ്റ്റ് ടെൽ മീ അതത്രയും കോമൺ ആണ്. യു മസ്റ്റ് ടെൽ മീ ദ ഹോൾ സ്റ്റോറി. അപ്പോൾ ദ ഹോൾ സ്റ്റോറി എന്നതൊരു ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റും ഓക്സിലറിയും ഇത് തന്നെയാണ്. അതേപോലെ
അടുത്ത ഓറിന് ശേഷം അറ്റ്ലീസ്റ്റ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ഇറ്റ്, അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റും ഓക്സിലറിയും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ യു മസ്റ്റ് ടെൽ മീ എന്ന സെയിം സബ്ജക്റ്റ് തന്നെയാണ് ദ ഹോൾ സ്റ്റോറി എന്ന ഒബ്ജക്റ്റിനെയും അറ്റ്ലീസ്റ്റ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയും സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഭാഗത്തിന് ശേഷമായിരിക്കണം എയ്തർ കൊടുക്കേണ്ടത്. ഓക്കെ, എയ്തർ കൊടുക്കേണ്ടത്. അപ്പോൾ എയ്തർ ഇവിടെ വരണം, ഇവിടെ വരണം, എവിടെയല്ല, ടെൽമിക്ക് മുന്നിലല്ല. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഒരു സെൻറ്റൻസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭാഗം ഏതുവരെയാണോ അതിന് ശേഷമേ എയ്തർ ആണെങ്കിലും നെയ്തർ ആണെങ്കിലും നോട്ട് ഓൺലി ബട്ട് ആൾസോയും കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ എയ്തർ ടെൽമി എന്ന് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം യു മസ്റ്റ് മാത്രമാണ് അവിടെ കോമൺ എന്നായി പോകും. അപ്പോൾ യു മസ്റ്റ് എയ്തർ ടെൽമി ഓർ പിന്നെ നമ്മൾ വെർബേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം എയ്തറിന് ശേഷം ഇവിടെ ടെൽമി നമ്മൾ കൊടുത്തിട്ടുണ്ട്, പിന്നീട് ഓറിന് ശേഷം വീണ്ടും ഒരു വെർബ് റിപ്പീറ്റ് ചെയ്യണം. യു മസ്റ്റ് മാത്രമേ അവിടെ കോമൺ ആയിട്ട് സ്വീകരിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എയ്തറും നെയ്തറും ബട്ട് നോട്ട് ഓൺലി ബട്ട് ആൾസോ കൊണ്ടൊക്കെ നമ്മൾ രണ്ട് ഫ്രേസുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ആ ഫ്രേസുകൾക്ക് കോമൺ ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ദെൻ അടുത്ത ചോദ്യം, യുവർ സക്സസ് ഇൻ ദ IAS എക്സാമിനേഷൻ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ വാട്ട് പേപ്പേഴ്സ് യു ഹാവ് സെലക്ടഡ് ബട്ട് ഓൺ ഹൗ യു ഹാവ് റിട്ടേൺ ദം. IAS എക്സാമിൽ നിങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത എക്സാം മാത്രമല്ല, മറിച്ച് നിങ്ങൾ ആ എക്സാം എങ്ങനെ എഴുതി എന്നുള്ളത് കൂടിയാണ്. അപ്പം നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഇതെല്ലാം PYQ ആണ്. ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ചിന്തിക്കരുത്, ഇതെല്ലാം PYQ ആണ്. അപ്പം ആദ്യം തന്നെ നോട്ട് ഓൺലി കാണുമ്പോൾ അപ്പുറത്ത് ബട്ട് ആൾസോ ഉണ്ടോ നോക്കുക. അല്ലേ, ഇവിടെ നോട്ട് ഓൺലി ഉണ്ട്, പക്ഷേ ഇവിടെ ബട്ട് ആൾസോ ഇല്ല, ബട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ തെറ്റ്. സിമ്പിൾ പരിപാടി അല്ലേ. നോട്ട് ഓൺലി വന്നാൽ അപ്പുറത്ത് ബട്ട് ആൾസോ വേണം. അപ്പോൾ എയ്തർ വന്നാൽ അപ്പുറത്തൊരു ഓർ ഉണ്ടോ എന്ന് നോക്കുക, നെയ്തർ വന്നാൽ അപ്പുറത്തൊരു നോർ ഉണ്ടോ എന്ന് നോക്കുക, നോട്ട് ഓൺലി വന്നാൽ അപ്പുറത്ത് ഒരു ബട്ട് ആൾസോ ഉണ്ടോ നോക്കുക, അതുപോലെ നോ സൂണർ വന്നാൽ അപ്പുറത്തൊരു ദാൻ ഉണ്ടോ നോക്കുക, ഹാർഡ്ലി വന്നു കഴിഞ്ഞാൽ അപ്പുറത്തൊരു വെൻ ഉണ്ടോ നോക്കുക. അതാണ് ആദ്യം നോക്കേണ്ടത്. അതില്ലെങ്കിൽ അവിടെയാണ് തെറ്റ്. അത് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യമാണ്, സ്കേഴ്സ്ലി ഹാഡ് ഐ അറൈവ്ഡ് ദാൻ ദ ട്രെയിൻ ലെഫ്റ്റ്. ഞാൻ അവിടെ എത്തേണ്ട താമസം, അപ്പോഴത്തേക്കും എന്ത് പോയി, ട്രെയിന് പോയി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ദാനാ വന്നത്. നോ സൂണറിന് ശേഷമാണ് നമ്മൾ ദാൻ കൊടുക്കുന്നത്. സ്കേഴ്സ്ലി ഹാർഡ്ലി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ദാൻ അല്ല വെൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതാ തെറ്റ്? രണ്ടാണ് തെറ്റ് അല്ലെ, രണ്ടാണ് തെറ്റ്. സ്കേഴ്സ്ലി ഹാർഡ്ലി ഒക്കെ വരുന്ന സമയത്ത് ദാൻ കൊടുക്കരുത്, വെൻ ആണ് കൊടുക്കേണ്ടത്, വെൻ. അപ്പോൾ രണ്ടാണ് തെറ്റ്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, ദ റീസൺ why he was rejected was because he was too young. അവിടെ വാസ് റിപ്പീറ്റ് ആയി വന്നതാണ്. ദ റീസൺ വൈ ഹി വാസ് റിജക്റ്റഡ്, എന്തുകൊണ്ട് അവൻ റിജക്റ്റ് ചെയ്തു? ബിക്കോസ്, കാരണം ഹി വാസ് ടു യങ്, അവൻ വളരെ യൗവനത്തിലാണ്, അവൻ ഒരുപാട് ചെറുപ്പമായി പോയി. കുറച്ചുകൂടി പ്രായമുള്ള ആളുകളെ അതിനകത്ത് എടുക്കുകയുള്ളൂ. ഇവിടെ എന്താ മിസ്റ്റേക്ക്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബിക്കോസിനർത്ഥം കാരണം എന്നാണ് അല്ലേ, ബിക്കോസിനർത്ഥം കാരണം എന്നാണ്. പക്ഷേ ഇവിടെ ദ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, കാരണം. വൈ ഹി വാസ് റിജക്റ്റഡ്, അവൻ റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണം. അപ്പോൾ റീസൺ എന്ന് പറയുമ്പോൾ അവിടെ കാരണം എന്ന മീനിങ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ വീണ്ടും നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അഭംഗിയാണ് അല്ലെ, ആവശ്യമില്ലാത്ത ആവർത്തനമായി പോവും. അതുകൊണ്ട് ഇവിടെ ബിക്കോസിൻ്റെ ആവശ്യമില്ല. എന്ത് പറഞ്ഞാൽ മതി? ദ റീസൺ വൈ ഹി വാസ് റിജക്റ്റഡ് വാസ് ഹി വാസ് ടു യങ്, അത്രമാത്രം മതി കേട്ടോ. ദ റീസൺ വൈ ഹി വാസ് റിജക്റ്റഡ്, ഹി വാസ് അവിടെ വാസ് വേണം കേട്ടോ. ഹി വാസ് റിജക്റ്റഡ് വാസ് ഹി വാസ് ടു യങ്. ക്ലിയർ? അപ്പോൾ ദ റീസൺ വൈ ഹി വാസ് റിജക്റ്റഡ് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണ്ട? ബിക്കോസ് കൊടുക്കണ്ട. ഓക്കെ, ദെൻ അടുത്ത ചോദ്യമാണ്, സ്കേഴ്സ്ലി ഡിഡ് ഐ റീച്ച് ദ എയർപോർട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും അപ്പുറത്ത് വെൻ ഉണ്ടോയെന്ന്. ചിന്തിച്ചെങ്കിൽ നിങ്ങൾ റൂട്ടിലായിട്ടുണ്ട്. സ്കേഴ്സ്ലി വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ദാൻ ആണോ വരേണ്ടത്? അല്ലല്ലോ, വെൻ അല്ലേ വരേണ്ടത്. അപ്പോൾ തന്നെ അവിടെ നമുക്ക് മിസ്റ്റേക്ക് പിടികിട്ടി. രണ്ടാമത്തെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ സ്കേഴ്സ്ലി ഡിഡ് ഐ റീച്ച് ദ എയർപോർട്ട്, ഞാൻ എയർപോർട്ടിൽ എത്തേണ്ട താമസം. നെർവസ് ആൻഡ് ടെൻസ്, അവിടെ എനിക്ക് നെർവസ്, ഭയങ്കര ടെൻഷനും മറ്റു കാര്യങ്ങളും വന്നു പ്ലെയിന് എടുത്തപ്പോൾ, പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ദ റീസൺ വൈ ഹി വാസ് അറസ്റ്റഡ് റിപ്പീറ്റഡ് ആണോ? അത് റിപ്പീറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലേ, നേരത്തെ നമ്മൾ കണ്ടതല്ലേ. യെസ്, അത് റിപ്പീറ്റഡ് ആണ്.
ഞാനത് വീണ്ടും വായിക്കുന്നില്ല, നേരത്തെ നമ്മൾ കണ്ടതാണ്. അടുത്ത ചോദ്യം, നോ സൂണർ ഹാഡ് ദ ഹോക്കി മാച്ച് സ്റ്റാർട്ടഡ്. ഹോക്കി മാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട താമസം വെൻ ആണോ വരേണ്ടത്? വെൻ അല്ല, ദാൻ ആണ് വരേണ്ടത്. അപ്പോൾ ഏതാ മിസ്റ്റേക്ക്? രണ്ടാമത്തതാണ് മിസ്റ്റേക്ക്. അവിടെ ദെൻ അല്ല, വെൻ അല്ല, ദാൻ ആണ് വരേണ്ടത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9th. ഓൾ ഡൗട്ട്സ് ആർ ക്ലിയർഡ്. എല്ലാ സംശയവും ക്ലിയർ ആയി. ബിറ്റ്വീൻ യു ആൻഡ് ഐ എന്നാണോ? നമുക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ആയെന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ആണ്, ബിറ്റ്വീന് ശേഷം ഒബ്ജക്റ്റാണ് വരുന്നത്. അപ്പോൾ യു ആൻഡ് മീ എന്നാണ് വരേണ്ടത്, എന്തല്ല യു ആൻഡ് ഐ അല്ല. നിങ്ങൾ പഠിച്ചു വെക്കുക, ബിറ്റ്വീന് ശേഷം എന്താ വരുന്നത്? ഒബ്ജക്റ്റ് ആണ് വരേണ്ടത്. അപ്പോൾ യു സബ്ജക്റ്റിനും ഒബ്ജക്റ്റിനും യു എന്ന പ്രൊനൗൺ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ പെട്ടെന്ന് കത്തില്ല. യു ആൻഡ് മീ എന്ന് വരണം. എന്ത് വരാൻ പാടില്ല? യു ആൻഡ് ഐ എന്ന് വരാൻ പാടില്ല. അപ്പം മൂന്നാമത്തെ ഭാഗത്താണ് തെറ്റ്. എല്ലാത്തിൻ്റെയും ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻസറും എക്സ്പ്ലനേഷനും എല്ലാത്തിൻ്റെയും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത ചോദ്യം, അൺലെസ് യു ഡു നോട്ട് ഗീവ് ദ കീസ് ഓഫ് ദ സേഫ്. സേഫിൻ്റെ താക്കോല് നീ കൊടുത്തിട്ടില്ലെങ്കിൽ യു വിൽ ബി ഷോട്ട്. നിന്നെ വെടിവെക്കും. ഭീഷണിയാണല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? അൺലെസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഇഫിൻ്റെ നെഗറ്റീവ് ഫോമാണ് അല്ലെ. ഇഫിൻ്റെ നെഗറ്റീവ് ഫോം ഇഫ് നോട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അൺലെസ് എന്ന് വരുമ്പോൾ തന്നെ ഇഫ് നോട്ട് എന്നുള്ള അർത്ഥം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അവിടെ നോട്ട് വേണോ? റിപ്പീറ്റേഷൻ ആയില്ലേ? ഒന്നും കൂടി, അൺലെസ് എന്ന് പറയുമ്പോൾ തന്നെ കൊടുത്തില്ല എങ്കിൽ, ഇല്ല എങ്കിൽ എന്നർത്ഥം അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അൺലെസ് യു ഗീവ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അൺലെസ് യു ഗീവിൻ്റെ അർത്ഥം ഇഫ് യു നോട്ട് ഗീവ്, നീ കൊടുത്തില്ല എങ്കിൽ എന്നാണ്. അപ്പോൾ വീണ്ടും ഇവിടെ നോട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഒന്നാമത്തതിൽ തന്നെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തിൽ തന്നെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ദ പീരീഡ് ബിറ്റ്വീൻ 1980 to 1990 വാസ് വെരി സിഗ്നിഫിക്കൻ്റ് ഇൻ മൈ ലൈഫ്. 1980 മുതൽ 90 വരെയുള്ള കാലയളവ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ 1980 to 1990 എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളിവിടെ ചിന്തിച്ചോ, 1980-നും 90-നും ഇടയിലുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ ടു അല്ല വരേണ്ടത്, ആൻഡ് ആണ് അല്ലേ. ആൻഡ്, ബിറ്റ്വീൻ ആൻഡ് എന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ. ബിറ്റ്വീൻ ആൻഡ് എന്നാണ് വരുന്നത്, ബിറ്റ്വീൻ ടു അല്ല. അപ്പോൾ ഫ്രം 1980 to 1990 ഓക്കെയാണ്. ഫ്രം കഴിഞ്ഞാൽ ഇവിടെ ഒരു ടു വരും. എന്നാൽ ബിറ്റ്വീൻ കഴിഞ്ഞാൽ ടു അല്ല, ആൻഡ് ആണ്. 1980-നും 1990-നും ഇടയിലുള്ള കാലഘട്ടം എന്നാണ് പറയുന്നത്. സോ അവിടെ ആൻഡ് ആണ്. എന്ത് കൊടുക്കരുത്? ടു കൊടുക്കരുത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? സോ എവിടെയാണ് മിസ്റ്റേക്ക്? രണ്ടാമത്തതിലാണ് മിസ്റ്റേക്ക് കേട്ടോ. രണ്ടാമത്തതിലാണോ മിസ്റ്റേക്ക്? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ക്ലോസിൽ നിന്നുള്ള ചോദ്യമാണ്. ഇഫ് ഐ ഹാഡ് ലോഡ്സ് ഓഫ് മണി, എനിക്ക് ഒരുപാട് പണമുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ്, ഈ അപ്പോസ്ട്രോഫി ഡി എന്നൊക്കെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അത് വുഡ് ഹാവ് ആണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം കേട്ടോ. ഐ വുഡ് ഗീവ്, വുഡ് ഹാവ് അല്ല, ഐ വുഡ് ഗീവ് സം ടു എനിബഡി. കുറച്ച് പണം ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. ഹു ആസ്ക്ഡ് ഫോർ ഇറ്റ്, എന്നോട് ചോദിക്കുന്ന ആർക്ക് ഞാൻ കുറച്ച് പണം കൊടുക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യോ? പണം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞുള്ളതുണ്ടെങ്കിൽ കൊടുക്കാം. യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇവിടെ നിങ്ങൾ ചില ആളുകൾ ചിന്തിക്കുക, ഇവിടെ ഹാഡ് വന്നു. ഹാഡ് വന്നതുകൊണ്ട് ഇഫ് ക്ലോസിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതിൽ ഇഫ് ക്ലോസിൽ ഒന്നാമത്തെ കണ്ടീഷനിൽ സബ്ജക്റ്റിന് ശേഷം V1 ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷനിൽ സബ്ജക്റ്റിന് ശേഷം എന്തായിരിക്കും? V2 ആയിരിക്കും. മൂന്നാമത്തെ കണ്ടീഷനിൽ ഹാവ് പ്ലസ് V3 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഹാഡാ വന്നത്. ഹാഡ് വരുമ്പോൾ അതിനർത്ഥം V2 എന്നാണ്. ഹാഡിന് ശേഷം ഒരു നൗൺ ആണ് അല്ലേ. ഹാഡിന് ശേഷം നൗൺ വന്നാൽ അത് V2 എന്ന് മനസ്സിലാക്കുക. V2 ആണ്. ഓക്കെ. അപ്പോൾ ഹാസിൻ്റെ V2 ആണ് ഹാഡ്. ഹാസിൻ്റെ V2 ആണ് ഹാഡ്. അവിടെ മെയിൻ വെർബ് ഇല്ലെങ്കിൽ, മെയിൻ വെർബ് ഉണ്ടെങ്കിൽ അവിടെ ടെൻസ് മാറി. ഇപ്പോൾ ഇഫ് ഐ ഹാഡ് പ്ലേഡ് അല്ലെങ്കിൽ സ്റ്റഡീഡ് എന്ന് വന്നാൽ അവിടെ ടെൻസ് മാറി.
അപ്പോൾ അത് എന്തല്ല V2 അല്ല. ഐ ഹാഡ് പ്ലേഡ് എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് ടെൻസിലേക്ക് പോയി. എന്നാൽ ഇവിടെ ഐ ഹാഡിന് ശേഷം നൗൺ വന്നു കഴിഞ്ഞപ്പോൾ അത് V2 ആണ്. അപ്പോൾ രണ്ടാമത്തെ റൂൾ എന്താ? രണ്ടാമത്തെ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം V2 ആണെങ്കിൽ തൊട്ടപ്പുറത്ത് വുഡ് പ്ലസ് V1 കറക്റ്റായിട്ട് വന്നു. വുഡ് പ്ലസ് V1 കറക്റ്റായിട്ട് വന്നു. സോ മിസ്റ്റേക്ക് ഒന്നും ഇല്ല. അപ്പോൾ ഓപ്ഷൻസിൽ നോ എറർ എന്ന് പറയുന്നത് വെറുതെ കൊടുത്തിരിക്കുന്ന അല്ല. മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ മിസ്റ്റേക്ക് ഇല്ല എന്ന് തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, until the world lost the earth will go round the sun. until the world last, ലോകം നിലനിൽക്കുന്ന കാലത്തോളം the earth will go round the sun. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ എന്താ മിസ്റ്റേക്ക്? ഒരു മിസ്റ്റേക്കും ഇല്ല കേട്ടോ. until the world last, വേൾഡ് സബ്ജക്റ്റ്, ദെൻ അത് സിംഗുലർ ആണ്, അതുകൊണ്ട് ലാസ്റ്റിന് ശേഷം ലാസ്റ്റ് വെർബാണ്, നമ്മൾ എസ് കൊടുത്തു. the earth will go കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. the earth will go അവിടെ ഫ്യൂച്ചർ ടെൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എല്ലാം കറക്റ്റാണ്, മിസ്റ്റേക്ക് ഒന്നുമില്ല. മിസ്റ്റേക്ക് ഇല്ലെങ്കിലാണ് നമുക്ക് പ്രശ്നം. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എവിടെയും തെറ്റില്ലല്ലോ, എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, നോ എറർ അങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ അടുത്ത ചോദ്യം, none of the diplomats of the conference was able either to comprehend or solve the problem. ഡിപ്ലോമാറ്റുകൾ, നയതന്ത്രജ്ഞർ, കോൺഫറൻസിൽ പങ്കെടുത്ത ഒരാൾക്കും കഴിഞ്ഞില്ല. വാസ് ഏബിൾ എയ്തർ ടു കോംപ്രിഹെൻഡ്, പ്രശ്നത്തെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പ്രശ്നത്തെ സോൾവ് ചെയ്യാനോ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ എയ്തർ ഓർ കൃത്യമായിട്ടും വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചോ, എയ്തർ എവിടെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോ? എയ്തർ എവിടെയാണ് കൊടുക്കേണ്ടത്? ടൂവിന് ശേഷമാണ് കൊടുക്കേണ്ടത്. എയ്തർ was able to either comprehend or solve the problem. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ was able to വരെ കോമൺ ആണ്. പിന്നീടാണ് എന്ത് കൊടുക്കേണ്ടത്? എയ്തർ കൊടുക്കേണ്ടത്. നമ്മൾ എയ്തർ ടു കോംപ്രിഹെൻഡ് ഓർ ടു സോൾവ് ദ പ്രോബ്ലം എന്ന് പറയേണ്ടി വരും. എയ്തർ ടു എന്ന് പറഞ്ഞാൽ, പക്ഷെ നമുക്ക് ടു സോൾവ് ദ പ്രോബ്ലം എന്ന് പറയേണ്ട ആവശ്യമില്ല. വാസ് ഏബിൾ ടു വരെയാണ് കോമൺ. വാസ് ഏബിൾ ടു. അപ്പോൾ എയ്തർ എവിടെ വരണം? എയ്തർ വാസ് ഏബിൾ ടു. എയ്തർ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് നേരെ ഇവിടെ കൊണ്ട് കൊടുക്കണം. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നോ സൂണർ ഡിഡ്, മിസ്റ്റേക്ക് രണ്ടാമത്തതിലാണ് കേട്ടോ. മിസ്റ്റേക്ക് രണ്ടാമത്തതിലാണ്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഥവാ ഞാൻ ഓപ്ഷൻ പറയാൻ വിട്ടുപോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, നോ സൂണർ ഡിഡ് ഹി സീ ദ ട്രാഫിക് പോലീസ് മാൻ ഹി വോർ സീറ്റ് ബെൽറ്റ്. അപ്പോൾ നോ സൂണർ വന്നാൽ അപ്പുറത്തൊരു ദാൻ ഉണ്ടാവണം അല്ലേ? അപ്പോൾ ഇവിടെ നോ സൂണർ ഉണ്ട്, ദാൻ എവിടെയില്ല. ദാൻ എവിടെയാണ് കൊടുക്കേണ്ടത്? നോ സൂണർ കഴിഞ്ഞൊരു സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റൊക്കെ ഉണ്ടാകും, അഥവാ ഒരു ക്ലോസ് ഉണ്ടാകും. എന്നിട്ട് തൊട്ടടുത്തൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ദാൻ കൊടുക്കണം. അഥവാ ഈ ഹീ ഉണ്ടല്ലോ, ഈ ഹീക്ക് മുന്നേ ഒരു ദാൻ കൊടുക്കേണ്ടതായിരുന്നു, അവിടെ കൊടുത്തില്ല. അപ്പോൾ എവിടെയാ തെറ്റ്? മൂന്നാമത്തതിലാണ് തെറ്റ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തതിലാണ് തെറ്റ്. അവിടെ ദാൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ദെൻ അടുത്ത ചോദ്യം, ദ പീരീഡ് ബിറ്റ്വീൻ 1991 to 1995. കണ്ടോ, സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ? നമ്മൾ നേരത്തെ കണ്ടതില്ലേ, ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാൽ ടു അല്ല ആൻഡ് ആണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. സോ എവിടെയാണ് മിസ്റ്റേക്ക്? രണ്ടാമത്തെ ഭാഗത്തിലാണ് മിസ്റ്റേക്ക് വരുന്നത് കേട്ടോ. രണ്ടാമത്തെ ഭാഗത്തിലാണ് മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നോ സൂണർ ദേ ഹാഡ് റിസീവ് ദ ഗസ്റ്റ് ദാൻ ദേ ബിഗാൻ എൻ്റർടൈനിങ് ദം. അപ്പോൾ ഇവിടെ നോ സൂണറും ഉണ്ട് ദാനും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? നോ സൂണറും ദാനും ഉണ്ടെങ്കിൽ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോ സൂണറിന് ശേഷം ഓക്സിലറി വെർബ് തന്നെയാണോ എന്ന് നോക്കണം. നോ സൂണറിന് ശേഷം ഇവിടെ സബ്ജക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, ഓക്സിലറി വെർബ് അല്ല. അതുകൊണ്ട് തെറ്റാണ്. എങ്ങനെ വരണമായിരുന്നു? ഹാഡ് ദേ എന്നോ ഡിഡ് ദേ എന്നോ വരണമായിരുന്നു. സോ ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. രണ്ടാമത്തതാണ് മിസ്റ്റേക്ക്. ക്ലിയർ ആവുന്നുണ്ടോ? റൂട്ടിലേക്ക് വരുന്നുണ്ടോ? നോ സൂണർ എത്ര എക്സാമിന് ചോദിച്ചു അല്ലേ? ഇത് പല പല എക്സാമുകളിൽ നിന്നും പിക്ക് ചെയ്ത ചോദ്യമാണ്. നോ സൂണർ ഡിഡ് ദ ടീച്ചർ. അപ്പോൾ നോ സൂണർ വന്നാൽ അപ്പുറത്തൊരു ദാൻ വരണം. ദാൻ ഉണ്ടോ?
ദാൻ ഇല്ല. ദാൻ എവിടെ വരണം? രണ്ടാമതൊരു സബ്ജക്റ്റ് ഉണ്ടാകും, രണ്ടാമതൊരു ക്ലോസ് ഉണ്ടാകും, അതിൻ്റെ സബ്ജക്റ്റിന് മുന്നേ ഇവിടെയായിരുന്നു ദാൻ വരേണ്ടത്. ദാൻ എവിടെയാണ് വരേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് മിസ്റ്റേക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമതൊരു ക്ലോസ് അഥവാ രണ്ടാമതൊരു സബ്ജക്റ്റ് ഉണ്ടാകും, ആ സബ്ജക്റ്റിന് തൊട്ട് മുന്നിൽ ദാൻ വരണം. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്ത് ദാൻ കൊടുക്കണമായിരുന്നു, അവിടെ ദാൻ ഇല്ല. സോ അവിടെയാണ് മിസ്റ്റേക്ക് കേട്ടോ, അവിടെയാണ് മിസ്റ്റേക്ക്. ക്ലിയർ അല്ലേ? രണ്ടാമത്തതിലാണ് കേട്ടോ മിസ്റ്റേക്ക്. ആഡ് ദാൻ ബിഫോർ ദ ഇൻ തേർഡ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ബിക്കോസ് ദ കറക്റ്റ് പെയർ ഈസ് നോ സൂണർ ദാൻ കേട്ടോ. ഇവിടെ 2 അല്ല 3 ആണ് കേട്ടോ, 3 മിസ്റ്റേക്ക്. ദെൻ അടുത്തത് അവിടെ ചെറിയ കറക്ഷൻ ഉണ്ട് കേട്ടോ, ആൻസർ കീഴിൽ ചെറിയ കറക്ഷൻ ഉണ്ട്, 3 കറക്റ്റ്. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് നത്തിങ് എൽസ് ദാൻ പ്രൈഡ്. ഇറ്റ് ഈസ് നത്തിങ്, അത് മറ്റൊന്നുമല്ല എൽസ് ദാൻ പ്രൈഡ് എന്ന് പറയുമ്പോൾ മീനിങ് തെറ്റായിട്ടുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് എൽസ്, നിങ്ങളൊന്ന് അർത്ഥം ചിന്തിച്ചേ. അത് മറ്റൊന്നുമല്ല, അതൊരു പ്രൈഡാണ് എന്നാ വരേണ്ടത്. അത് മറ്റൊന്നുമല്ല, പക്ഷെ അതൊരു പ്രൈഡാണ്. അപ്പോൾ അവിടെ ദാൻ എന്നല്ല ബട്ട് എന്നായിരുന്നു വരേണ്ടത്, ബട്ട്. അപ്പം 3 തെറ്റ് കേട്ടോ, 3. റീപ്ലേസ് ദാൻ വിത്ത് ബട്ട് ബിക്കോസ് ദ കറക്റ്റ് വേ നത്തിങ് എൽസ് ബട്ട്. അപ്പോൾ അതൊരു പ്രയോഗമാണ്, നത്തിങ് എൽസ് ബട്ട് കേട്ടോ. നത്തിങ് എൽസിന് ശേഷം ബട്ടാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, നത്തിങ് എൽസ് വന്നാൽ ബട്ട്, ബിറ്റ്വീൻ വന്നാൽ ആൻഡ്, നോ സൂണർ വന്നാൽ ദാൻ, ഹാർഡ്ലി സ്കേഴ്സ്ലി വന്നാൽ വെൻ, നോട്ട് ഓൺലി വന്നാൽ ബട്ട് ആൾസോ, എയ്തർ വന്നാൽ ഓർ, നെയ്തർ വന്നാൽ നോർ, ബോത്ത് വന്നാൽ ആൻഡ്. ഇത് ഇത്രയും പഠിച്ചു കേട്ടോ. ഇനി വേറെയുണ്ട്, നോ സോ വന്നാൽ ദാറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാം. then അടുത്ത ക്വസ്റ്റ്യൻ, മൈ എൽഡർ ബ്രദർ ആസ്ക്ഡ് മീ. എൻ്റെ മുതിർന്ന സഹോദരൻ എന്നോട് ചോദിച്ചു. ദാറ്റ് വാട്ട് ഐ വാസ് ഡൂയിങ്. എന്താ ചോദിച്ചത്? ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ എന്താ മിസ്റ്റേക്ക് എന്നറിയോ? നമ്മൾ സാധാരണ ഈ ദാറ്റ് വാട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ രണ്ടിൻ്റെ പർപ്പസ് സെയിം ആണ്. അപ്പോൾ ദാറ്റും വാട്ടും അടുത്തടുത്ത് വരില്ല കേട്ടോ. WH ഫാമിലിയിൽ പെട്ടതാണ് ദാറ്റും വാട്ടും. ദാറ്റും വാട്ടും എന്ത് ചെയ്യില്ല, അടുത്തടുത്ത് വരില്ല. നമ്മൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. റിപ്പോർട്ടഡ് സ്പീച്ചിൽ അസേർട്ടീവ് സെൻറ്റൻസ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സെഡ് ദാറ്റ് എന്ന് ചേർക്കും. എന്നാൽ ക്വസ്റ്റ്യൻ വേർഡ് ആകുന്ന സമയത്ത്, WH ക്വസ്റ്റ്യൻ വേർഡ് ആകുന്ന സമയത്ത് അവിടെ ഒന്നും നമ്മൾ ചേർക്കില്ല. കാരണം വാട്ട് അല്ലെങ്കിൽ വിച്ച് ഇങ്ങനെ WH ക്വസ്റ്റ്യൻ വേർഡിന് മുന്നിൽ, അല്ലെങ്കിൽ ഇൻട്രോഗേറ്റീവ് പ്രനൗൺ എന്നാണ് അവിടെ നമ്മൾ അതിന് പറയുന്ന പേര്. ഇൻട്രോഗേറ്റീവ് പ്രനൗണിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ദാറ്റ് ചേർക്കില്ല. കാരണം രണ്ടും ഒരേ പർപ്പസിന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റും വാട്ടും ഒരുമിച്ച് വരില്ല. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അവർ വെക്കേഷൻ ഈസ് ബിറ്റ്വീൻ 12th May to 12th June. PYQ ആയതുകൊണ്ടാണ് സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാൽ ആൻഡ് ആണ് വരേണ്ടത്. ഇവിടെ ആൻഡ് ആയിരുന്നു വരേണ്ടത്. അപ്പോൾ മിസ്റ്റേക്ക് എവിടെയാ? 3. സോ മിസ്റ്റേക്ക് 3 കേട്ടോ. റിപ്ലേസ് ടു വിത്ത് ആൻഡ് ബിക്കോസ് ദ കറക്റ്റ് പെയർ ഈസ് ബിറ്റ്വീൻ ആൻഡ്. അപ്പോൾ 3 കേട്ടോ, 2 അല്ല 3. ചില സ്ഥലങ്ങളിൽ ആൻസർ കീ വന്നത് ചെറിയൊരു മിസ്റ്റേക്ക് കണ്ട ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഹീ സ്റ്റഡീഡ് സോ ഹാർഡ്ലി ഹി വാസ് ഷുവർ ഓഫ് പാസിങ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ വളരെ കഠിനമായി പഠിച്ചു. സോ ഹാർഡ്ലി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഹീ സ്റ്റഡീഡ് സോ ഹാർഡ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ തന്നെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഹീ സ്റ്റഡീഡ് സോ ഹാർഡ്ലി എന്ന് പറയില്ല, ഹാർഡ് എന്നേ പറയൂ, സോ ഹാർഡ്. അപ്പോൾ അവിടെ തന്നെ രണ്ടാമത്തതിലാണ് തെറ്റ് കേട്ടോ, രണ്ടാമത്തതിലാണ് തെറ്റ്. ഓക്കെ, അത് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. നിങ്ങൾ ഇനി സോ വന്നു അപ്പുറത്ത് ദാറ്റ് വേണം, അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ക്ലിയർ? രണ്ടാമത്തതാണ് മിസ്റ്റേക്ക്. ദെൻ അടുത്ത ചോദ്യം, നോ സൂണർ ഡിഡ് ഐ ഫിനിഷ്. ഞാൻ കാര്യം പൂർത്തിയാക്കേണ്ട താമസം. അപ്പോൾ നോ സൂണർ വന്നു കഴിഞ്ഞാൽ അടുത്തതൊരു ദാൻ വേണം. ദാൻ ഇല്ല. അപ്പോൾ ദാൻ എവിടെയാണ് കൊടുക്കേണ്ടത്? രണ്ടാമതൊരു സബ്ജക്റ്റ് വരും, ആ സബ്ജക്റ്റിന് മുന്നേ. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് എവിടെയാ? ദാ കിടപ്പുണ്ട്, ഐ വാസ്. അപ്പോൾ ഇവിടെ ഒരു ദാൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ മിസ്റ്റേക്ക് ഈ രണ്ടാം ഭാഗത്താണ്. സോ അതാണ് തെറ്റ്. ക്ലിയർ? ദെൻ അടുത്തത് വീണ്ടും നോ സൂണർ. നോ സൂണർ ഡിഡ് ദ പിയൂൺ റിംഗ് ദ ബെൽ ദ ബോയ്സ് ലെഫ്റ്റ് ദ ക്ലാസ്. അവിടെയും ദാൻ കൊടുത്തില്ല. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കിട്ടും. നോ സൂണർ ദാൻ എന്ന് പഠിച്ചു വെച്ച ഒരാൾക്ക് സുഖമായിട്ട് ആ മാർക്ക് കിട്ടും.
ദാൻ എവിടെയാണ് വരേണ്ടത്? ദ ബോയ്സ് അഥവാ ഈ 3 എന്ന ഭാഗത്താണ് വരേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ക്ലിയർ അല്ലേ? വി ഹാഡ് സ്കെയേഴ്സ്ലി റീച്ച് ദ പ്ലേസ് ദാൻ ഇറ്റ് സ്റ്റാർട്ട് ടു റെയിൻ ഹെവിലി. അപ്പോൾ സ്കെയേഴ്സ്ലി വന്നു കഴിഞ്ഞാൽ ദാൻ ആണോ വെൻ അല്ലേ വരേണ്ടത്? അപ്പോൾ ഇവിടെ ദാൻ അല്ല വരേണ്ടത്, വെൻ ആണ് വരേണ്ടത്. സോ മിസ്റ്റേക്ക് മൂന്നാമത്തതിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആസ് ആൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് രാജു ഈസ് ആസ് ഗുഡ്, രാജു മികച്ച ആളാണ്, ആസ് ഇഫ് നോട്ട് ബെറ്റർ ദാൻ രമേശ്, രമേശിൻ്റെ അത്ര ബെറ്റർ അല്ലെങ്കിലും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ അവിടെ തന്നെ എന്തോ ഒരു വശപ്പിശക് ഉണ്ടല്ലേ? ആസ് വരുന്ന സമയത്ത് സാധാരണഗതിയിൽ അതൊരു പോസിറ്റീവ് ഡിഗ്രി ആയിട്ടാണ് നമ്മൾ പറയാറ് അല്ലേ? ആസ് ആൻ ആർട്ടിസ്റ്റ് രാജു ഈസ് ഗുഡ്, ഇഫ് നോട്ട് ബെറ്റർ ദാൻ രമേശ്. അപ്പോൾ അവിടെ ആസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? അവിടെ ആസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആസ് വന്നു കഴിഞ്ഞാൽ അത് എന്തുപോലെയായി? ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി പോലെ ആകും, ഒരു പോസിറ്റീവ് ഡിഗ്രി പോലെ ആകും. നമ്മളിവിടെ പോസിറ്റീവ് ഡിഗ്രി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് രാജു ഈസ് ഗുഡ് എന്ന് മതി, എന്ത് വേണ്ട? ആസ് വേണ്ട കേട്ടോ, ആസ് വേണ്ട. അപ്പോൾ രണ്ടാമത്തതിലാണ് മിസ്റ്റേക്ക് കേട്ടോ, രണ്ടാമത്തതിലാണ് മിസ്റ്റേക്ക് വരുന്നത്. ക്ലിയർ? ദെൻ അടുത്ത ചോദ്യം. ഹീ ഈസ് ആൻഷ്യസ് നോട്ട് ഓൺലി ടു അക്വയർ നോളജ് ബട്ട് ആൾസോ ഈഗർ ടു ഡിസ്പ്ലേ ഇറ്റ്. ഹീ ഈസ് ആൻഷ്യസ്, ആൾക്ക് എന്തുണ്ട്? കുറച്ച് ഉത്കണ്ഠയുണ്ട്. എന്തിനു വേണ്ടിയാണ് ഉത്കണ്ഠ? ടു അക്വയർ നോളജ്, അറിവ് അക്വയർ ചെയ്യാൻ. അപ്പോൾ അറിവ് അക്വയർ ചെയ്യാൻ മാത്രമല്ല, ബട്ട് ആൾസോ ഈഗർ ടു ഡിസ്പ്ലേ, അറിവ് എങ്ങനെയാണെന്ന് പ്രദർശിപ്പിക്കാൻ കൂടി ആൾക്ക് എന്തുണ്ട്? പ്രശ്നമുണ്ട്. അപ്പോൾ ആ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാകും. അവിടെ ഹീസ് ആൻഷ്യസ് എന്ന് അല്ല പറയേണ്ടത്, ഹീസ് നോട്ട് ഓൺലി ആൻഷ്യസ് ടു അക്വയർ നോളജ് ബട്ട് ആൾസോ ഈഗർ ടു ഡിസ്പ്ലേ ഇറ്റ് എന്നാണ് വരേണ്ടത്. കാരണം ഇവിടെ ആൻഷ്യസ് എന്ന് പറയുന്ന വെർബ് കോമൺ ആയിട്ട് എടുക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല, ഈ സെൻറ്റൻസിൽ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ? ഹീ ഈസ് എന്ന സബ്ജക്റ്റ് മാത്രം, സബ്ജക്റ്റും ആ ഒരു ഓക്സിലറി മാത്രമാണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. ഹീ ഈസ്, അവനാണ്. ഹീ ഈസ് നോട്ട് ഓൺലി ആൻഷ്യസ്, ആൾക്ക് ഉത്കണ്ഠ മാത്രമല്ല, ടു അക്വയർ നോളജ്, അറിവ് നേടാനുള്ള ഉത്കണ്ഠ മാത്രമല്ല, ബട്ട് ആൾസോ ഈഗർ ടു ഡിസ്പ്ലേ ഇറ്റ്. അപ്പോൾ അവിടുത്തെ വെർബും വേറെയാണ്, ഇവിടുത്തെ വെർബ് വേറെയാണ്. എന്ത് മാത്രമാണ് കോമൺ? സബ്ജക്റ്റ് മാത്രമാണ് കോമൺ. അപ്പോൾ സബ്ജക്റ്റ് മാത്രമാണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നതെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതാണോ കോമൺ ആയിട്ട് എടുക്കുന്നത് അതിന് ശേഷമാണ് നോട്ട് ഓൺലി ചേർക്കേണ്ടത്, അതിന് തൊട്ട് ശേഷം തന്നെ നോട്ട് ഓൺലി ചേർത്തിരിക്കണം. അപ്പോൾ ഹീ ഈസ് എന്നതിന് ശേഷം തന്നെ നോട്ട് ഓൺലി ചേർത്തിരിക്കണം. ഹീ ഈസ് നോട്ട് ഓൺലി എന്നാണ് വരേണ്ടത്. സോ ഒന്നാമത്തെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ക്ലിയർ? ദെൻ സ്കെയേഴ്സ്ലി ഹാഡ് ദ ഫങ്ഷൻ സ്റ്റാർട്ടഡ്. അപ്പോൾ സ്കെയേഴ്സ്ലി കണ്ടു, നമുക്ക് എന്ത് വേണം? വെന്ന് വേണം. ഇവിടെ വെന്നല്ല, ദാൻ ആണുള്ളത്. സോ ദാൻ വെട്ടി വെൻ ആണ് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ ഭാഗത്താണ് തെറ്റ്. സ്കെയേഴ്സ്ലി ഹാഡ് ദ ഫങ്ഷൻ സ്റ്റാർട്ടഡ് വെൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ എന്നാണ് വരേണ്ടത്. ഓക്കെ അല്ലേ? സോ മൂന്നാമത്തെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ദെൻ ഹസൻ പ്ലേസ് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ബില്യാർഡ്സ് അറ്റ് ദ നാഷണൽ ലെവൽ. ഹസൻ ക്രിക്കറ്റും ബില്യാർഡ്സും ഒക്കെ നാഷണൽ ലെവലിൽ കളിച്ചിട്ടുണ്ട്. മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. ബോത്തിന് ശേഷം ആൻഡ് ആണ് വരേണ്ടത്. കറക്റ്റ്. ബോത്തിന് ശേഷം എന്ത് വന്നു? ആൻഡ് വന്നിട്ടുണ്ട്. കറക്റ്റാണ് അല്ലേ? കറക്റ്റാണ്. ഇത് രണ്ടും ഒബ്ജക്റ്റ് ആണ്, എല്ലാം കൊണ്ടും കറക്റ്റാണ്. ദ കോളേജ് ലൈബ്രറി ഈസ് നോട്ട് ഓൺലി equipped with very good books but also with the latest journals. നമ്മുടെ കോളേജ് ലൈബ്രറി ഉണ്ടല്ലോ, ഈ കോളേജ് ലൈബ്രറി നല്ല പുസ്തകങ്ങൾ കൊണ്ട് മാത്രമല്ല ലേറ്റസ്റ്റ് ജേർണൽസ് കൊണ്ടും സമ്പന്നമാണ്. അപ്പോൾ ഇവിടെ നോട്ട് ഓൺലി എവിടെയാണ് കൊടുക്കേണ്ടത്? ദ കോളേജ് ലൈബ്രറി ഈസ് ആ ഒരു സബ്ജക്റ്റിനെ മാത്രമാണോ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത്? അല്ലല്ലോ, ഈ വെർബിനെ കൂടി നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നില്ലേ? അപ്പോൾ ദ കോളേജ് ലൈബ്രറി ഈസ് equipped with നോട്ട് ഓൺലി വിത്ത് എന്നാണ് വരേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു അല്ലേ? രണ്ടാമത്തെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു. ഈ നോട്ട് ഓൺലി എവിടെ വരണമായിരുന്നു? വിത്തിന് മുന്നേ വരണമായിരുന്നു. കാരണം ഇവിടുത്തെ വെർബ് കൂടി കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ദ കോളേജ് ലൈബ്രറി ഈസ് equipped not only with very good books but also with the latest journals. അങ്ങനെയാണ് വരേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഏത് വരെയാണോ നമ്മൾ കോമൺ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് തൊട്ട് ശേഷമായിരിക്കണം നോട്ട് ഓൺലി ചേർക്കേണ്ടത്. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം. മെൻ ആർ വാണ്ടഡ് ഫോർ ദ ആർമി ആൻഡ് ദ നേവി ആൻഡ് ദ എയർഫോഴ്സ്.
അപ്പോൾ പുരുഷന്മാർക്ക് ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും ഒക്കെ പോകാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻഡ് ഏറ്റവും അവസാനം മാത്രം ചേർത്താൽ മതി അല്ലേ, ഇവിടെ വെറും കോമ കൊടുത്താൽ മതി. ഇവിടെ ആൻഡ് അല്ല, വെറുതെ കോമയാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇവിടെ ആൻഡ് ഓക്കെയാണ്. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്താണ് മിസ്റ്റേക്ക് അല്ലേ. നമ്മൾ അടുപ്പിച്ച് 3 കാര്യം പറയുമ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞിട്ട് അവിടെ കോമ കൊടുക്കണം, പിന്നെ ഫോർ ദ ആർമി പറഞ്ഞ അവിടെ കോമ കൊടുക്കുക, നേവി പറയുക, അതിനുശേഷം നമ്മൾ ആൻഡ് ദ എയർഫോഴ്സ് അവിടെ മാത്രം ആൻഡ് മതി. ഓക്കെ, അപ്പോൾ ആൻഡ് അവിടെ വേണ്ടാത്ത സ്ഥലത്ത് വന്നിട്ടുള്ളത് കൊണ്ട് അത് മിസ്റ്റേക്കാണ്. സോ 3 എന്നുള്ളതാണ് മിസ്റ്റേക്ക്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, നോ സൂണർ ഡിഡ് ദ റാബിറ്റ് കം ഔട്ട് ഓഫ് ദ ബുഷ് വെൻ ദ ഹണ്ടർ കിൽഡ്. അപ്പോൾ നോ സൂണർ വന്നു, അപ്പോൾ നമുക്ക് ദാൻ വേണം, അത് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. ഇവിടെ വെന്നാണ് വന്നിട്ടുള്ളത്. വെന്ന് സ്കെയർസ്ലിയുടെ ഒപ്പം ഒക്കെ അല്ലേ വരേണ്ടത് അല്ലേ. സ്കെയർസ്ലി ഹാർട്ട്ലി എന്നതിനോടൊപ്പമാണ് വെന്ന് വരേണ്ടത്. സോ ഇവിടെ 3 മിസ്റ്റേക്ക്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, നെയ്തർ ഹി ഓർ ഹിസ് വൈഫ് ഹാസ് അറൈവ്ഡ്. ഇതും സ്പോട്ട് ദ എറർ ആണ്, കൺജങ്ഷൻ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നെയ്തർ വന്നാൽ നോറ് വരണം. നമ്മൾ ആദ്യം തന്നെ അത് ചിന്തിക്കുക, നെയ്തർ വന്നാൽ നോറ് വരണം. ഇവിടെ നെയ്തറിന് ശേഷം ഓറാ വന്നത്. എന്നിട്ട് ഇവിടെ ഓപ്ഷൻസ് തന്നതിൽ വ്യത്യാസം ഉണ്ടായി, അതുകൂടി നോക്കുക. എവിടെയാണ് മിസ്റ്റേക്ക്? ഹാസ് അറൈവ്ഡ് കറക്റ്റാണ്, നെയ്തർ ഹി കറക്റ്റാണ്, നോ എറർ എന്തായാലും അല്ല. ഓർ ഹിസ് ഇഫ് വൈഫ്, ഓർ അല്ല വരേണ്ടത്, നോർ ഹിസ് വൈഫ് എന്നാണ് വരേണ്ടത്. ക്ലിയർ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ പ്രോസസ് വാസ് ടു സിമ്പിൾ. ആ ഒരു പ്രോസസ്സ് വളരെ സിമ്പിളാണ് ആൻഡ് ഈസി, വളരെ എളുപ്പമാണ് ടു അണ്ടർസ്റ്റാൻഡ്. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇറ്റ് ഹാർഡ്ലി ടുക്ക് 5 minutes ഫോർ അസ് ടു ഗ്രാസ്പ് ഇറ്റ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് 5 minute കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ആ വായിച്ചൊരു ഫ്ലോയിൽ ഒരു മിസ്റ്റേക്കും ഇല്ലാന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. 2 എന്ന പ്രയോഗം നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? 2 എന്ന പ്രയോഗം നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യാൻ ബുദ്ധിമുട്ടായി എന്ന് പറയാനാണ് അല്ലേ. ഇവിടെ ഒരു ഉദ്ദേശമാണോ വന്നിട്ടുള്ളത്? ദ പ്രോസസ് വാസ് ടു സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ തെറ്റല്ലേ? 2 എങ്ങനെയാണ് വരുന്നത്? 2 പറയുന്നത് 2 ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അർത്ഥം എങ്ങനെയാണ് വരുന്നത്? ദ പ്രോസസ് വാസ് ടു സിമ്പിൾ. ആ പ്രവർത്തനം വളരെ സിമ്പിളാണ്. സിമ്പിൾ ആയതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 2 ശേഷം ഒരു കോസ് വരും. ഈ കാരണമുള്ളത് കൊണ്ട് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല, ഈ ഒരു റിസൾട്ട് ആണ് സംഭവിക്കുന്നത് എന്ന് പറയാനാണ് നമ്മൾ 2 പറയുന്നത്. ഓർമ്മയില്ലേ? ഇറ്റ് ഈസ് ടു ഹെവി ടു ക്യാരി അല്ലേ. ഇറ്റ് ഈസ് ടു ഹെവി ടു ക്യാരി ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടു ഹെവി. ആദ്യത്തെ 2 ശേഷം പറഞ്ഞത് ഒരു റീസൺ ആണ്, അത് വളരെ ഭാരമുള്ളതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാരി ചെയ്യാൻ പറ്റില്ല. ഈ സെൻറ്റൻസിന് ഒരു നെഗറ്റീവ് മീനിങ് ആണ്. എന്നാൽ നമ്മൾ ഇവിടെ നെഗറ്റീവ് മീനിങ് അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും അവിടെ 2 എന്നല്ല വരേണ്ടത്, സോ സിമ്പിൾ എന്നാണ് പറയേണ്ടത്. സോയ്ക്ക് വെരി എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് സോ സിമ്പിൾ എന്നോ വെരി സിമ്പിൾ എന്നോ ഒക്കെയാണ് അവിടെ വരേണ്ടത്. അപ്പോൾ അവിടെയാണ് തെറ്റ്. 2 കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഓപ്ഷൻ 4ലാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഓപ്ഷൻ 4ലാണ് മിസ്റ്റേക്ക്. ദെൻ അടുത്ത ചോദ്യം, വി ഹാഡ് ഹാർഡ്ലി റീച്ച്. അപ്പോൾ ഹാർഡ്ലി കണ്ടാൽ വെന്ന് വേണം. വെന്നുണ്ടോ? വെന്നില്ല, ദാനേ ഉള്ളൂ. അപ്പോൾ അവിടെ തെറ്റിയിട്ടുണ്ട്. 3ാമത്തെ ഭാഗമാണ് തെറ്റിയിട്ടുള്ളത്. നിങ്ങൾ ആ റൂട്ടിലേക്ക് വന്നോ? റൂട്ടിലേക്ക് വന്നില്ലേ? ദെൻ ഹി നെയ്തർ ടോക്സ് ടു മച്ച് നോർ ഹി കോസസ് എനി ട്രബിൾ ഡ്യൂറിങ് ദ ലെസൺ. ഹി നെയ്തർ ടോക്സ് ടു മച്ച്. ആളങ്ങനെ ഒരുപാടൊന്നും സംസാരിക്കാറില്ല. നോർ ഹി കോസസ് എനി. അപ്പോൾ ഹിയർ യൂസ് ഓഫ് ഹി ഇൻ സെക്കൻഡ് പാർട്ട് ഈസ് സൂപ്പർഫ്ലൂ. അവിടെ ഹി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നെയ്തർ നോർ, എയ്തർ ഓർ, അതുപോലെ നോട്ട് ഓൺലി ബട്ട് ആൾസോ അങ്ങനെയുള്ള കൺജങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നേ ഉള്ള സാധനം കോമൺ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഹി എന്ന സബ്ജക്റ്റ് എടുത്ത് ഇനി പറയേണ്ട ആവശ്യമില്ല. കാരണം നെയ്തർ ഇവിടെ വന്നതോടുകൂടി നമുക്ക് മനസ്സിലായി നെയ്തറിന് മുന്നേ ഉള്ള സാധനം ഇനി പറയാൻ പോകുന്ന വെർബുകൾക്ക് ബാധകമാണ്. അപ്പോൾ ഹി നെയ്തർ ടോക്സ് ടു മച്ച്. ആള് ഒരുപാട് സംസാരിക്കില്ല. നോർ കോസസ് എനി എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഹി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹി ആണ് തെറ്റ്. അപ്പോൾ 2ാമത്തെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് ചോദ്യം, പ്രൊഫസർ ലാൽ ടീച്ചേഴ്സ് ബോത്ത് ഹിസ്റ്ററി ആസ് വെൽ ആസ് ലിറ്ററേച്ചർ ഈച്ച് സെമസ്റ്റർ.
പ്രൊഫസർ ലാലുണ്ട്, അദ്ദേഹം തന്നെയാണ് ഹിസ്റ്ററിയും ലിറ്ററേച്ചറും എല്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ബോത്ത് വന്നു കഴിഞ്ഞാൽ ആൻഡാ വരേണ്ടത്, ആസ് വെൽ ആസ് അല്ല വരേണ്ടത് അല്ലേ. ബോത്ത് ആൻഡ് ഇതാണ് പ്രയോഗം, ബോത്ത് ആൻഡ്. അപ്പോൾ ബോത്ത് കഴിഞ്ഞിട്ട് ആസ് വെൽ ആസ് അല്ല, ആൻഡ് ആണ് വരേണ്ടത്. അപ്പോൾ ആസ് വെൽ ആസ് വന്ന ഭാഗമാണ് തെറ്റ്, ഈ ഭാഗമാണ് തെറ്റ് കേട്ടോ. ക്ലിയർ? ദെൻ അടുത്ത ചോദ്യം, ഐ വിൽ ഹാവ് ബോത്ത് ദ ബ്ലൂ ഓർ ദ ബ്ലാക്ക് പെൻ. അപ്പോൾ ബോത്ത് നമ്മളിപ്പോൾ കണ്ടു, ബോത്ത് വന്നാൽ ഓർ അല്ല ആൻഡ് ആണ് വരേണ്ടത്. അപ്പോൾ 3 എന്ന ഭാഗമാണ് തെറ്റ് അല്ലേ, 3 തെറ്റ്. ക്ലിയർ? ദെൻ ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം വാസ് നോട്ട് ഓൺലി കോംപ്ലിക്കേറ്റഡ് ബട്ട് ആക്യുറേറ്റ്. നിങ്ങൾ നോട്ട് ഓൺലി ബട്ട് ആൾസോ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, നോട്ട് ഓൺലി ബട്ട് ആൾസോ നമ്മൾ ചേർക്കുന്നത് ഒരു കാര്യം ഒരു ഭാഗത്തിൻ്റെ എക്സ്ട്രീം ലെവലിനെ കുറിച്ച് പറയാം. ഇപ്പോൾ അവൻ ജയിക്കുക മാത്രമല്ല, അവന് ഫസ്റ്റ് റാങ്ക് കിട്ടുക കൂടി ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഒരേ തട്ടിൽ നിൽക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ രണ്ടും ഒരേ തട്ടിലാണോ നിൽക്കുന്നത്? പ്രോബ്ലം കോംപ്ലിക്കേറ്റഡ് മാത്രമല്ല ആക്യുറേറ്റ് കൂടിയാണെന്ന് പറയുമ്പോൾ രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ അവിടെ നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന പ്രയോഗം ചേർക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് നോട്ട് ഓൺലി വേണ്ട. ദ പ്രോബ്ലം വാസ് കോംപ്ലിക്കേറ്റഡ്, പ്രോബ്ലം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷേ ആക്യുറേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ മതി. നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന പ്രയോഗം വരുന്നത് അവിടെ ഒരു വശത്തിൻ്റെ തന്നെ 2 എക്സ്ട്രീം വേർഷൻസിനെ കുറിച്ച് പറയാനാണ്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ നോട്ട് ഓൺലി വേണ്ട. ദെൻ അടുത്ത ചോദ്യം, മേക്ക് വാട്ട് യു റൈറ്റ് ആൻഡ് സേ മോർ അബ്സോർബ്ഡ് ആൻഡ് എൻഗ്രോസിങ് അല്ലെ. മേക്ക് വാട്ട് യു റൈറ്റ്, നീ എന്താണോ എഴുതുന്നത്, നീ എന്താണോ പറയുന്നത് അത് നിന്നെ കൂടുതൽ സമ്പുഷ്ടനാക്കുമെന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഇവിടെ അബ്സോർബ്ഡ് എന്നല്ല വരേണ്ടത്, അബ്സോർബിങ് എന്നാണ് വരേണ്ടത് കേട്ടോ. അബ്സോർബിങ് എന്നാണ് വരേണ്ടത്. കാരണം ഇവിടെ നമ്മൾ നോക്കൂ, 2 സെയിം ഗ്രാമാറ്റിക്കൽ ഐറ്റംസ് ആർ കണക്റ്റഡ് ത്രൂ കൺജങ്ഷൻ. കൺജങ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ സെയിം ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറുള്ള കാര്യങ്ങളെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ആൻഡ് വന്നു അല്ലേ. ആൻഡ് വരുമ്പോൾ എൻഗ്രോസിങ്, അബ്സോർബിങ് എങ്ങനെയാണ് വരേണ്ടത്? ഒന്ന് അബ്സോർബ്ഡും ഒന്ന് എൻഗ്രോസിങ്ങും, ഒന്ന് V2ഉം ഒന്ന് ജെറണ്ടും ആകാൻ പാടില്ല. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ സേ ഉണ്ടല്ലോ, സേ എന്ന് പറയുന്ന സേ റൈറ്റ് എന്ന് പറയുന്ന ഒരു V1 ഓൾറെഡി അതിനുണ്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റാണ് ഈ അബ്സോർബ്ഡും ഈ അബ്സോർബിങ്ങും എൻഗ്രോസിങ്ങും. ഒരിക്കലും ഒരു വെർബ് ഒബ്ജക്റ്റ് ആയി വരില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ജെറണ്ട് ആക്കുകയാണ് വേണ്ടത്, അബ്സോർബിങ് ആക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്തുകൊണ്ടത് അബ്സോർബിങ് ആക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് വെർബ് ഓൾറെഡി ഉണ്ട് അല്ലേ, വെർബ് ഓൾറെഡി ഉണ്ട്. ആ വെർബ് ഒരു ഒബ്ജക്റ്റിനെയാണ് ആവശ്യപ്പെടുന്നത്. സോ അവിടെ നമുക്ക് ഒരു നൗൺ വേണം. അപ്പോൾ ING കൊടുത്തു കഴിഞ്ഞാൽ അത് നൗണായി മാറും. ക്ലിയർ? ദെൻ അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ ആൻ ആക്ടർ ടു earn respect from both the fans as well as critic. നിരൂപകരിൽ നിന്നും ആരാധകരിൽ നിന്നും ഒരേ സമയം ബഹുമാനം പിടിച്ചു പറ്റാൻ പറ്റില്ല. അപ്പോൾ ബോത്ത് വന്നു കഴിഞ്ഞാൽ ആൻഡ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ആൻഡ് ആണ് കേട്ടോ, ആൻഡ് ആണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നില്ലേ? കുറച്ച് ഏരിയകളെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏത് ഭാഗമാണ്? 3ാമത്തെ ഭാഗം കേട്ടോ. ഇവിടെ 3 എന്നാണ് വരേണ്ടത്. 3ാമത്തെ ഭാഗമാണ് മിസ്റ്റേക്ക്. ക്ലിയർ? ദെൻ അടുത്തത്, ആൽത്തോ ഹി സ്റ്റഡീഡ് വെരി ഹാർഡ്. നന്നായിട്ട് പഠിച്ചു എന്നാലും ഹി കുഡ് നോട്ട് പാസ് ദ എക്സാം. പാവം, എക്സാമിന് ജയിക്കാൻ പറ്റിയില്ല. ഇവിടെ എവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്? മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഹാർഡ്ലി എന്ന് പറയുമെങ്കിൽ മിസ്റ്റേക്ക് വന്നേനെ. ഇവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ആൽത്തോ ഹി സ്റ്റഡീഡ് വെരി ഹാർഡ്. ആൽത്തോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രതീക്ഷിച്ച റിസൾട്ട് അല്ല ഉണ്ടായത് എന്ന് പറയുന്ന സമയത്താണ് അല്ലേ. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ആക്ഷൻ അല്ല അവിടെ ഉണ്ടായത് എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ആൽത്തോയും തോയും ഒക്കെ യൂസ് ചെയ്യാറ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഐ ആം സർട്ടൻ ദാറ്റ്, എനിക്ക് ഉറപ്പാണ്, ദ ഓഫീസർ ഇസ് നോട്ട് ഓൺലി ഗ്രീഡി ബട്ട് കറപ്റ്റ്. ബട്ട് ആൾസോ എന്നാണ് വരേണ്ടത്. നോട്ട് ഓൺലി വന്നാൽ ബട്ട് ആൾസോ അല്ലേ. അപ്പോൾ അവിടെ കണ്ടില്ലേ, ബട്ട് ആൾസോ, നോട്ട് ഓൺലി ബട്ട് ആൾസോ യൂസ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തിൻ്റെ തന്നെ എക്സ്ട്രീം വേർഷൻസ് ആണ് അല്ലേ. അത്യാഗ്രഹം മാത്രമല്ല, ആള് കറപ്റ്റഡ് ആണ്. സോ 3 ഇൻകറക്റ്റ് കേട്ടോ, ഇൻകറക്റ്റ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, പ്രിയ ഗോട്ട് ഗുഡ് ഗ്രേഡ്സ്. പ്രിയയ്ക്ക് നല്ല മാർക്ക് കിട്ടി. നോട്ട് ഇൻ ഹിന്ദി essay ബട്ട് ആൾസോ ഇൻ അരിത്തമാറ്റിക്. അപ്പം നോട്ട് ഓൺലി എന്നാണ് വരേണ്ടത്, നോട്ട് ഇൻ എന്നല്ല, നോട്ട് ഓൺലി എന്നല്ലേ വരേണ്ടത്. സോ എവിടെയാണ് തെറ്റിയത്? 2ാമത്തെ ഭാഗത്ത് മിസ്റ്റേക്കാണ്.
ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഐ വിൽ ട്രൈ ടു ബി ഓൺ ടൈം. ഞാൻ കൃത്യസമയത്തേക്ക് വരാൻ ശ്രമിക്കാം. ബട്ട് ഡോണ്ട് വെറി വെൻ ഐ ആം ലേറ്റ്. പക്ഷെ എപ്പോഴെങ്കിലും ഞാൻ താമസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിക്കരുത്. അപ്പോൾ അവിടെ വെൻ അല്ല ഇഫ് ആണ് അല്ലേ, ഒരു കണ്ടീഷനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അവിടെ വെൻ അല്ല വേണ്ടത്, ഇഫ്. ഡോണ്ട് വെറി ഇഫ് ഐ ആം ലേറ്റ്. ഇഫ് ക്ലോസിലെ ആദ്യത്തെ കണ്ടീഷനാണിത്. ഇഫ് ഐ ആം ലൈറ്റ് അല്ലേ, ഡോണ്ട് വെറി ഇഫ് ഐ ആം ലേറ്റ്. ഞാൻ ലേറ്റ് ആയാൽ എന്ത് ചെയ്യരുത്, ഒന്ന് ടെൻഷൻ അടിക്കരുത് കേട്ടോ. ദെൻ ഹാർഡ്ലി ഹാഡ് ഐ സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീട്ടിന് പുറത്തേക്ക് പോകേണ്ട താമസം. വെൻ ഐ സോ ദം കമ്മിങ് ടുവേർഡ്സ് മൈ ഹൗസ്. അവർ എവിടേക്ക് വരുന്ന കണ്ടു, എൻ്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടു. അപ്പോൾ അവിടെ എന്താ മിസ്റ്റേക്ക്? നമുക്കറിയാം ഹാർഡ്ലി വന്നു കഴിഞ്ഞാൽ വെന്ന് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ കറക്റ്റ് സ്ട്രക്ചറൊക്കെ വന്നു. ഹാർഡ്ലിക്ക് ശേഷം ഓക്സിലറി വെർബ് വന്നു, ഐ വന്നു, ഇവിടെ V3 വന്നു, ദെൻ വെന്നിന് ശേഷം V2 വന്നു. എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് മിസ്റ്റേക്ക് ഒന്നും ഇല്ല. സോ നോ എറർ. ഓക്കെ, ദെൻ 47ാമത്തെ ചോദ്യം, 47th ക്വസ്റ്റ്യൻ, ഗോ അപ്പ് ദ ബീച്ച്. ബീച്ചിലേക്ക് പോവുക. ആൻഡ് വാച്ച് ഫോർ ടൂറിസ്റ്റ്. സഞ്ചാരികളെ നോക്കുക. സോ യു കുഡ് വാൺ എനി വൺ ബിഫോർ ദി ഗോ ടു ദ വാട്ടർ. അപ്പോൾ അതൊരു ഗൈഡിനോട് പറഞ്ഞതായിരിക്കും അല്ലേ. അങ്ങനെ പോയി നോക്കിയാൽ മാത്രമേ എന്തെങ്കിലും അപകടമുണ്ടാകുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നറിയിപ്പ് നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ വാച്ചിന് ശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ്റെ ആവശ്യമില്ല. സത്യത്തിൽ അത് പ്രിപ്പോസിഷൻ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഫോർ കൊടുക്കേണ്ട ആവശ്യമില്ല. വാച്ച് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ വാച്ച് ടെലിവിഷൻ, വാച്ച് ദ സിനിമ എന്നല്ലേ പറയുന്നത്. അപ്പോൾ വാച്ച് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി, ഫോർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ഓക്കെ, ദെൻ സോറി ടു ഹാവ് ട്രബിൾ യു സിൻസ് ഇറ്റ് കുഡ് നോട്ട് ബി ഹെൽപ്ഡ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. സിൻസ് എന്നല്ല, ഇഫ് അല്ലേ. ഇഫ് ഞാൻ ഒരു ഇറ്റ് കുഡ് ബി ഹെൽപ്ഡ്, ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ബട്ട് കൊടുക്കുക കേട്ടോ, ബട്ട്. അപ്പോൾ അവിടെ എന്തായാലും സിൻസ് വരില്ല, പകരം നമുക്ക് ബട്ട് കൊടുത്താൽ കുറച്ചുകൂടി അർത്ഥം പൂർത്തിയാക്കും. സോറി ടു ഹാവ് ട്രബിൾഡ് യു, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബട്ട് ഇറ്റ് കുഡ് നോട്ട് ബി ഹെൽപ്ഡ്, പക്ഷെ അത് നിങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, സഹായിച്ചിട്ടില്ല, നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ദെൻ അടുത്തത് നത്തിങ് ഫാന്റാസ്റ്റിക് ദെയർ. അവിടെ വളരെ അതിശയിപ്പിക്കുന്ന ഒന്നുമില്ല. നോർ എനിത്തിങ് റിയ വുഡ് ഫൈൻഡ് എയ്തർ ത്രെറ്റനിങ് നോർ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, അവിടെ നോറ് കണ്ടു. അപ്പോൾ നോറിന് മുന്നേ എയ്തർ അല്ലല്ലോ, നെയ്തർ അല്ലേ വരേണ്ടത് അല്ലേ, അല്ലെങ്കിൽ എയ്തർ ഓർ എന്ന് വരണം അല്ലേ. എയ്തറിന് ശേഷം ഓർ വരണം. അപ്പോൾ രണ്ട് തന്നെ ആയിരുന്നാലും ഇവിടെ മിസ്റ്റേക്കാണ്, 3 തെറ്റിപ്പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നത്തിങ് വന്നതുകൊണ്ട് എയ്തർ കൊടുത്താൽ മതി കേട്ടോ, 2 നെഗറ്റീവ് വരണ്ടല്ലോ. അവിടെ നത്തിങ് ഫാന്റാസ്റ്റിക് എന്ന് വന്നതുകൊണ്ട് നമുക്കിവിടെ എയ്തർ ത്രെറ്റനിങ് ഓർ ഇൻട്രസ്റ്റിംഗ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നോറല്ല, ഓറാണ് വരേണ്ടത്. ഓക്കെ, ഫൈനലി യു മൈറ്റ് ആസ് വെൽ റീഡ് എ നോവൽ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിങ് അറ്റ് ദ സീലിംഗ്. നോവലാണ് നിങ്ങൾക്ക് വായിക്കുന്നത് നല്ലത് അല്ലേ, മറ്റെന്തെങ്കിലും വായിക്കുന്നതിനേക്കാൾ. സ്റ്റെയറിങ് അറ്റ് ദ സീലിംഗ് കേട്ടോ, സ്റ്റാറിങ് അല്ല, സ്റ്റെയറിങ് അറ്റ് ദ സീലിംഗ്. ഇങ്ങനെ വെറുതെ സീലിംഗിലേക്ക് നോക്കി നിൽക്കുന്നതിനേക്കാൾ ഒരു നോവൽ എടുത്ത് വെച്ച് വായിക്കുന്നതാണ് വെറുതെ സമയം കളയുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ക്ലിയർ. അപ്പോൾ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റെയറിങ് അറ്റ് ദ സീലിംഗ്. പ്രത്യേകിച്ച് സ്റ്റെയറിങ്ങിന് ശേഷം അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ തന്നെയാണ് കൊടുക്കേണ്ടത്. വേറെ കാര്യത്തൊക്കെ മിസ്റ്റേക്ക് ഒന്നുമില്ല. മിസ്റ്റേക്ക് ഇല്ലാത്ത കാര്യം നമുക്ക് ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയർ. സോ നമ്മളിവിടെ 50 മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് സഞ്ചരിച്ചെത്തിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടും ചോദ്യങ്ങൾ എങ്ങനെ വരുന്നുണ്ട്, നിങ്ങളുടെ സ്ട്രെങ്ത് ഏതൊക്കെയാണ്, എവിടെയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ടും റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.